നമസ്കാരം. ഞാൻ ഡോക്ടർ സജീവ് മഠത്തിൽ. ഞാൻ അക്യുപഞ്ചർ ചികിത്സ ചെയ്യുന്ന ഡോക്ടറാണ്. മരുന്നുകളൊന്നും കഴിക്കാതെ രോഗങ്ങൾ സുഖമാകുമെന്നാണ് നമ്മൾ 100% അതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. മരുന്നുകളൊന്നും കഴിക്കാതെ രോഗങ്ങൾ 100% സുഖമാകും. അതിനൊരു ഉദാഹരണം ഞാൻ തന്നെയാണ്. മരുന്നില്ലാതെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 28 വർഷത്തോളമായി. ഞാനോ എൻ്റെ കുടുംബമോ ഞങ്ങൾ വാക്സിൻ ഇല്ല, യാതൊന്നും ഇപ്പം കൊറോണ വാക്സിനൊക്കെ എടുക്കുന്ന കാലഘട്ടത്തിൽ പോലും ഒന്നുമില്ലാതെ ഞങ്ങൾ ഇത് എടുത്ത് ജീവിക്കുന്നതാണ്. എന്താന്ന് പറഞ്ഞാലും നല്ല ആരോഗ്യത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. എനിക്ക് കുറച്ച് ബോധ്യമുണ്ട്. മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ വളരെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പ്രമേഹ രോഗത്തിന് എൻ്റെ കാലുമരപ്പ്, ഭയങ്കരമായ ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും, ചെരുപ്പ് വരെ ഒരു കയറാത്ത, കാല് കയറുമ്പോൾ ചെരുപ്പിട്ടെന്ന് അറിയാത്ത ഒരു അവസ്ഥ വരെ ഞാൻ ജീവിച്ച ഒരാളാണ്. മരുന്നുകളൊന്നുമില്ലാതെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആരോഗ്യം എനിക്ക് മെച്ചപ്പെട്ടു. ഞാൻ എൻ്റെ പഴയ ആരോഗ്യത്തിലേക്ക് ഞാൻ തിരിച്ചെത്തി എന്ന് എനിക്ക് ബോധ്യമുണ്ട്. മരുന്നുകളും ഇല്ലാതെ ജീവിക്കണമെങ്കിൽ നമ്മൾ പ്രകൃതിയുടെ നിയമം പാലിക്കണം. പ്രകൃതിയുടെ നിയമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക, എന്താണ് പ്രകൃതിക്ക് പ്രത്യേകിച്ച് നിയമമുണ്ടോ? ഉണ്ട്, പ്രകൃതിക്ക് നിയമമുണ്ട്. പ്രകൃതി ഉണരുകയും പ്രകൃതി ഉറങ്ങുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് പാലിച്ചേ മതിയാവും. കാരണം നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് എലിമിനേഷൻ ചെയ്യണമെങ്കിൽ 9 മണി മുതൽ 3 മണി വരെയുള്ള ഉറക്കമാണ്. ഇപ്പം ഞാൻ ഡൽഹിയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ നിറഞ്ഞൊരു സ്ഥലമാണ് ഡൽഹി. ഈ പൊല്യൂഷൻ നിറഞ്ഞ സ്ഥലത്ത് നമ്മൾ ഒരു 6 മണി 7 മണിയാകുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാൻ കാരണം, ഈ അന്തരീക്ഷം മുഴുവൻ പുകപടലങ്ങളും പൊടിപടലങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കും. അത് കുറഞ്ഞു വരും. അത് 7, 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും അതിന്റെ ആ പൊടിപടലിന്റെ തോത് കുറഞ്ഞു വന്ന് വെളുപ്പ് ഏകദേശം ഒരു 3 മണി ബ്രഹ്മമുഹൂർത്ത സമയം ആകുമ്പോഴത്തേനും പൂർണ്ണമായിട്ടും ആ പ്രകൃതി അതിനെ ശുദ്ധീകരിച്ച് അത് പൂർണ്ണമായിട്ടും നല്ല ശുദ്ധവായു, നല്ല ക്വാളിറ്റിയുള്ള ജീവന്റെ എനർജി പ്രകൃതി നമുക്ക് സംഭാവന ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള നമ്മുടെ ഓർഗൻ ഉണ്ട്. ആ ഓർഗൻ നമ്മുടെ ഈ പ്രകൃതി ശുദ്ധീകരിക്കുന്ന അതേ ഓർഗൻ എന്ന് പറഞ്ഞാൽ അത് വുഡാണ്. വുഡാണ് നമ്മളെ മൊത്തത്തിൽ എല്ലാ സാധനങ്ങളും ശുദ്ധീകരണം നടത്തുന്നത് വുഡാണ്. മരങ്ങളാണ് അത് ശുദ്ധീകരണം നടത്തുന്നത്. അപ്പം വുഡാണ് ഇതിന്റെ ശുദ്ധീകരിക്കുന്ന അത് നമ്മുടെ ശരീരത്തിലുള്ള മനുഷ്യശരീരത്തിൽ അതിനെ ലിവർ എന്നാണ് ഞങ്ങൾ വുഡിന് സീക്വൽ ടു ലിവർ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ലിവർ ആണ് നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റിനെ മുഴുവൻ പുറത്തു കളഞ്ഞ് ഈ 9 മണി മുതലുള്ള 8 മണിയാകുമ്പോഴേ തുടങ്ങും ഈ പ്രവർത്തനം തുടങ്ങി. അത് ലൈറ്റ് ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും ഓട്ടോമാറ്റിക് ആയിട്ട്. കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എപ്പോൾ ഉറങ്ങും, അതാണ് നമ്മുടെ ഉറക്കത്തിന്റെ ടൈം. ഞാൻ പല രോഗികളടുത്തും പറയുന്ന കാര്യമാണ്, കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ എപ്പോൾ ഉറക്കം വരും, അതാണ് നമ്മുടെ ഉറക്കത്തിന്റെ ടൈം. അതാണ് പ്രകൃതി മൊത്തം എല്ലാ ജീവജാലങ്ങളും പാലിക്കുന്നതാണ്. ഈ 9 മണി മുതൽ വെളുപ്പിന് 3 മണി ബ്രഹ്മമുഹൂർത്തം വരെയുള്ള ഉറക്കമാണ് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ് പുറത്തു പോകുന്നതിന് കാണുന്ന ഏറ്റവും നല്ലൊരു ഉപാധി. അപ്പൊ അതിന് നമ്മൾ തന്നെ എടുക്കുന്നത് വെച്ചാൽ ഈ ചികിത്സ കൊണ്ട്, നമ്മൾ അക്യുപഞ്ചർ ചികിത്സ കൊണ്ട് ഇങ്ങനെ വഴിതെറ്റി ജീവിച്ച ആൾക്കാരെ, അതായത് ഉറങ്ങാതെ പാരാത്രി ഉറങ്ങി വെളുപ്പാകത്ത് ഉറങ്ങിയിരിക്കുന്ന രോഗികൾ നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ എനർജി ചാനലുകളിൽ ഉത്തേജിപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് ഈ വേസ്റ്റ് എലിമിനേഷൻ വരാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ ചുവന്ന കളറിലും പച്ച കളറിലും കറുത്ത കളറിലും മഞ്ഞ കളറിലുള്ള കഫം, മൂത്രം ഇത്യാദി വേസ്റ്റുകൾ ശരീരത്തിന് പുറത്തേക്ക് പോകുന്നത്. ഇപ്പൊ ചിലർക്ക് വേർപ്പൊക്കെ പോകുന്നതാണ്. വേർപ്പൊക്കെ പോകുന്ന ഭയങ്കര കക്ഷത്തിലൊക്കെ ഭയങ്കര കറ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഏറ്റവും വഴിതെറ്റി ജീവിക്കുന്ന ആൾക്കാരാണ്. ഉറങ്ങിയിട്ടാ കാണില്ല രാത്രിയിലൊന്നും. അപ്പൊ ഇത്തരമുള്ള ആൾക്കാരുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ കറ പോലെയുള്ള ഈ വേസ്റ്റുകൾ പുറത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ സോപ്പ്, പേസ്റ്റ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എത്രയോ വർഷങ്ങളായി, 10-20 വർഷത്തിലധികമായി ഞങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്. ഇതുപയോഗിച്ച് നമ്മുടെ പല്ല് പോയോ? പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ല് ദ്രവിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പല്ല് പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് ഏറ്റവും സോഫ്റ്റ് ടിഷ്യൂസ് ആണ് വായില്. ഇത് കൊടുക്കുന്ന ഈ മരുന്ന് പേസ്റ്റ്, ഈ പേസ്റ്റിന്റെ ഏറ്റവും ചെറിയ അക്ഷരത്തിൽ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പേസ്റ്റിന്റെ കവർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും സോഫ്റ്റ് ടിഷ്യൂസ് തന്റെ വായിൽ നിന്ന് ഈ ടേസ്റ്റുള്ള മുഴുവൻ കാര്യങ്ങളും വേസ്റ്റ് അത് ശരീരം വലിച്ചെടുക്കും. അത് നമ്മുടെ ശരീരത്തിന് വലിയ രോഗം നമുക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടാവും. വയറു പ്രശ്നമുള്ള പല രോഗികളുടെ അടുത്തും പല്ലു പ്രശ്നമുള്ള പല രോഗികളുടെ അടുത്തും ഞങ്ങൾ പറയാവുന്ന ഒരു കാര്യമാണ് പേസ്റ്റും ബ്രഷും ഉപേക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്, അത് ഉപയോഗിച്ചിട്ട് മാത്രം.
പല്ല് അതുപോലെ ദ്രവിച്ചു പോകുന്നുണ്ട്. ചില കുട്ടികൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. നമ്മൾ അവരുടെ അടുത്ത് കുട്ടികളുടെ അടുത്ത് നമ്മൾ എപ്പോഴും പറയും, കുട്ടികൾക്ക് ഒരു കാരണവശാലും പേസ്റ്റും ബ്രഷും കൊടുക്കരുത്. അത് കൊടുത്താൽ അവരുടെ പല്ല് പോകും. അതിന് പകരം അവർക്ക് തേൻ കൊടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൊടുക്കാം പല്ല് തേക്കാൻ വേണ്ടി. തേനോ വെളിച്ചെണ്ണയോ കുട്ടികൾക്ക് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഉപ്പുകല ഉപ്പുനീര്, ഞാനൊക്കെ ഉപയോഗിക്കുന്ന തുളസിയില കൊണ്ട് പല്ല് തേക്കും, അല്ലെങ്കിൽ പേരയില കൊണ്ട് പല്ല് തേക്കും, അല്ലെങ്കിൽ പ്ലാവല കൊണ്ട് പല്ല് തേക്കും, അതുപോലെ തന്നെ മാവല കൊണ്ട് പല്ല് തേക്കും, അതുപോലെ തന്നെ നെല്ലിയില കൊണ്ട് പല്ല് തേക്കും. ഇത്തരം ഇലകൾ കൊണ്ടാണ് ഞാനൊക്കെ രാവിലെ പല്ല് തേക്കുന്നത്. അപ്പൊ എനിക്കതിന് യാതൊരു അതൃപ്തിയോ വർഷങ്ങളായിട്ടും കൂടി ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും പല്ലുവേദനയോ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് ഉണ്ടാകാറില്ല.